ഹലോ, എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വാതന്ത്ര്യദിനമൊക്കെ വരാൻ പോവുകയാണല്ലേ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യദിന ക്വിസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞു കുട്ടികളോട് ചോദിക്കാവുന്ന 20 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? അതെ, 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അതെ, അത് നമ്മുടെ സ്വന്തം ചാച്ചാജിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് മക്കളെ? അതെ, അത് നമ്മുടെ സ്വന്തം ഗാന്ധിജി അപ്പൂപ്പനാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ഭരണഘടനയുടെ പിതാവ് എന്നും അറിയപ്പെടുന്ന ആ മഹാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? അതെ, നമ്മുടെ സ്വന്തം ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം എഴുതിയതാരാണ് മക്കളെ? വന്ദേ മാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന പുസ്തകത്തിലെ ഒരു കവിതയാണ് വന്ദേ മാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന പുസ്തകത്തിലെ കവിതയാണ് വന്ദേ മാതരം. ഇനി അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. എട്ടാമത്തെ ചോദ്യമാണ്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? അത് സിംഹമുദ്രയാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം, നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. പത്താമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ അശോക ചക്രത്തിൻ്റെ നിറം ഏതാണ് മക്കളെ? അശോക ചക്രത്തിൻ്റെ നിറം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതെ, നീല നിറമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നേവി ബ്ലൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. അപ്പം നമുക്ക് പതാകയൊന്ന് നോക്കിയാലോ. നമ്മുടെ പതാകയുടെ നിറങ്ങൾ മക്കൾക്ക് അറിയില്ലേ? അതെ, പതാകയുടെ ഏറ്റവും മേലെ ഏതാണ്? കുങ്കുമവർണം, സാഫ്രോൺ അല്ലേ. നടുഭാഗത്ത് വെള്ള നിറം, ശാന്തിയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്ന വെളുത്ത നിറമാണ് നടുഭാഗത്തുള്ളത്. പിന്നെ അവസാനം വരുന്നത് പച്ച നിറം, നമ്മുടെ നാടിൻ്റെ സമ്പൽ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് പച്ച നിറം. പിന്നെ നടുവിലൊരു അശോക ചക്രമില്ലേ, അശോക ചക്രത്തിൻ്റെ നിറമാണ് നീല നിറം അല്ലെങ്കിൽ നേവി ബ്ലൂ. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കിയാലോ. സാരേ ജഹാ സേ അച്ഛാ. ഈ ദേശഭക്തി ഗാനം ആരാണ് എഴുതിയത്? അതെ, അത് എഴുതിയത് മുഹമ്മദ് ഇക്ബാൽ എന്ന കവിയാണ്. 12ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? അത് ജനറൽ ഡയറാണ്. 13ാമത്തെ ചോദ്യം, ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1930 മാർച്ച് 12-നാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഇനി 14ാമത്തെ ചോദ്യം, ഏത് കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജി ഉപ്പ് കുറുക്കി സമരം നടത്തിയത്? ഉപ്പു സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ്? ദണ്ഡി കടപ്പുറം. ദണ്ഡി കടപ്പുറം. ഇനി അടുത്ത ചോദ്യം, ഗാന്ധിജി സ്ഥാപിച്ച സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ. ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിശേഷിപ്പിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇനി കുട്ടികൾ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ച ഇന്ത്യൻ നേതാവ് ആരാണ്? ചാച്ചാജി എന്ന് നമ്മൾ ആരെയാണ് വിളിക്കാറ്? അതെ, നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ ബാപ്പുജി ആരാണ് മക്കളെ? ബാപ്പുജി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അതെ, നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പനെയാണ്, മഹാത്മാ ഗാന്ധിയെയാണ്.
ഇനി നേതാജി ആരാണ്? നേതാജിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ചാച്ചാജി നെഹ്റു, ബാപ്പുജി ഗാന്ധിജി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇതൊക്കെ പഠിച്ചില്ലേ? ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ആരുടെ വാക്കുകളാണ്? ഡു ഓർ ഡൈ ഇതാരുടെ വാക്കുകളാണ്? അതെ, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അല്ലേ? ഡു ഓർ ഡൈ, മഹാത്മാഗാന്ധി. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യം നോക്കാം, 20ാമത്തെ ചോദ്യം. ഈ വർഷം, അതായത് 2024 ഇന്ത്യ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ? അതെ, നമ്മുടെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മക്കൾ മിടുക്കരായിട്ട് ക്വിസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.